ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഒരു ബൗളിലോട്ട് ഒരു പിടി ക്യാബേജ് നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടോ സ്ലൈസ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചി 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം സ്വീറ്റ് കോൺ ആണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കടലമാവിന് പകരം നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ സാധാരണ ഉള്ളിവടയും പക്കവടയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടെടുത്ത ശേഷം പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചും ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുഴുവനായിട്ടും ചെയ്തെടുക്കാം. നല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.